നമസ്കാരം. നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഇലക്ഷൻ കഴിഞ്ഞു ഒരു ചരിത്ര വിജയം എന്ന് തന്നെ പറയാം. കാരണം വലിയ രീതിയിൽ ഒരു ഇലക്ഷനായിരുന്നു നടന്നത്. ആ ഇലക്ഷനിൽ ഒരു പാനൽ അപ്പാടെ വിജയിച്ചിരിക്കും. ഇതിനു മുമ്പും ചരിത്രമുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണത്തെ ഇലക്ഷനിൽ വലിയ പ്രത്യേകതയായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ രീതിയിൽ സാന്ദ്ര തോമസ് കോടതിയെ വരെ സമീപിച്ച ഒരു വിഷയമായിരുന്നു. പക്ഷേ സാന്ദ്രയ്ക്ക് ആ കോടതിയിൽ ഒരു തിരിച്ചടി ലഭിച്ചു. അങ്ങനെ ഇലക്ഷൻ നടക്കുന്നു. ഇലക്ഷൻ നടന്നപ്പോൾ ഒരു വിജയം സമ്പാദിച്ച ഒരു ഇലക്ഷനാണ്. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രാകേഷ് ജയിക്കുന്നു, സെക്രട്ടറി സ്ഥാനത്തേക്ക് ലിസ്റ്റ് സ്റ്റീഫൻ ജയിക്കുന്നു, ട്രഷറർ സ്ഥാനത്തേക്ക് സുബേർ ജയിക്കുന്നു. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2 പേരായിരുന്നു. ആ രണ്ടും ഒരേ പാനലിൽ നിന്ന് ജയിക്കുന്നു. സോബിയ പോളും സന്ദീപ് സോനും ജയിക്കുന്നു. ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് 2 പേര് 3 പേര് മത്സരിച്ചെങ്കിൽ 2 പേര് വിജയിക്കുന്നു. അവിടെ ആൽബിൻ ആൻ്റണിയും അംസയും ജയിക്കുന്നു. അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് മെമ്പർമാരായിട്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, എക്സിക്യൂട്ടീവ് മെമ്പർ സ്ഥാനത്തേക്കായിരുന്നു സാന്ദ്ര തോമസ് മത്സരിച്ചത്. സാന്ദ്ര തോമസിന് ലഭിച്ചത് 110 വോട്ട് മാത്രമാണ്. അത്ര പോരാട്ടം നടത്തിയിട്ടും സാന്ദ്ര തോമസിന് ലഭിച്ചത് 110 വോട്ട് മാത്രമാണ്. അവിടെയാണ് നമ്മൾ പ്രാധാന്യത്തോട് കാണേണ്ടത്. സാന്ദ്ര തോമസിൻ്റെ പോരാട്ടം പൊതുസമൂഹം മൊത്തം ഏറ്റെടുത്തു. പക്ഷേ പൊതുസമൂഹം ഏറ്റെടുക്കുമ്പോഴും വോട്ടവകാശമുള്ളത് ഈ അംഗങ്ങൾക്ക് മാത്രമുള്ളൂ എന്ന് ഞാൻ നേരത്തെ വാർത്ത ചെയ്തിരുന്നു. ആ അംഗങ്ങൾ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് മത്സരിച്ച 14 പേരെയും വിജയിപ്പിച്ചിരിക്കുന്നു. ഒരു പാനൽ പൊളിഞ്ഞു പോലും ഈ ഇലക്ഷന് ഒരു വോട്ട് ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രത്യേകത. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് വിശാഖിനാണ്. വിശാഖിന് കിട്ടിയിരിക്കുന്ന വോട്ട് 208 വോട്ട്. ഒരു എക്സിക്യൂട്ടീവ് മെമ്പറിന് കിട്ടിയിരിക്കുന്ന 208 വോട്ടാണ്. അതോടൊപ്പം തന്നെ 2ാം സ്ഥാനത്തേക്ക് വരുന്നത് ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച ആൽബിൻ ആൻ്റണിക്ക് 204 വോട്ട് ലഭിക്കുന്നു 2ാം സ്ഥാനത്തേക്ക്. 3ാം സ്ഥാനത്തേക്ക് വരുന്നത് സുരേഷ് കുമാറിനാണ്. എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കാണ് സുരേഷ് കുമാർ മത്സരിച്ച് 3ാം സ്ഥാനത്തേക്ക് എത്തുന്നു. 4ാം സ്ഥാനത്തേക്ക് എത്തുന്നത് കിരീടം മുന്നിക്കാണ്. അങ്ങനെ ആ സ്ഥാനങ്ങൾ പറയുമ്പോൾ നിരവധി സ്ഥാനങ്ങൾ പറയണം. പക്ഷേ ഈ രീതിക്കാണ് ഇലക്ഷൻ നടന്നത്. എന്തായാലും ഒരു ചരിത്ര വിജയം ഉണ്ടായിരിക്കുന്നു. ഈ പറയുന്ന പേരുകൾ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താം. ഇപ്പോൾ ജയിച്ചിരിക്കുന്ന പേരുകളാണ്. ഈ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് ജയിച്ചിരിക്കുന്നത് സർഗ നേരത്തെയും എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു, ജയിച്ചിട്ടുണ്ട്. സുരേഷ് കുമാർ ജയിച്ചിട്ടുണ്ട്. സിയാദ് കോക്കർ ജയിച്ചിട്ടുണ്ട്. അതുപോലെ കൊച്ചുമോൻ ജയിച്ചിട്ടുണ്ട്. സെഞ്ചുറി കൊച്ചുമോൻ എന്നാണ് അറിയപ്പെടുന്നത്. ഔസേപ്പച്ചൻ ജയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണിയണ്ണൻ എന്ന് വിളിക്കുന്ന, സ്നേഹത്തോട് വിളിക്കുന്ന മണിയണ്ണൻ വിജയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ രമ എന്ന് വിളിക്കുന്ന രമേശ് വിജയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ തോമസ് തിരുവല്ല വിജയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജോബി ജോർജ് വിജയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എബ്രഹാം മാത്യു വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മുകേഷ് മേത്ത വിജയിച്ചിരിക്കുന്നു. കിരീടം ഉണ്ണി എന്ന് വിളിക്കുന്ന കൃഷ്ണകുമാർ വിജയിച്ചിട്ടുണ്ട്. വിശാഖ് സുബ്രഹ്മണ്യം വിജയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് സന്തോഷ് പവിത്ര വിജയിച്ചിരിക്കുന്നു. അത് വലിയൊരു വിജയമാണ്. ഒരു പാനലിനുണ്ടാകുന്ന ഏറ്റവും വലിയ വിജയമാണ്. ഒരു പാനൽ മാറി ആരെങ്കിലും വിജയിക്കുമെന്ന് ഉണ്ടായിരുന്നെങ്കിലും ആർക്കും വിജയിക്കാൻ സാധിക്കാതെ ഇവർ തുടങ്ങി വെച്ച പദ്ധതി, ഇവർ എന്തൊക്കെ പദ്ധതി തുടങ്ങി വെച്ചിട്ടുണ്ടോ ആ പദ്ധതിയെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി തന്നെയാണ് ഓരോ അംഗങ്ങളും വോട്ട് ചെയ്തെന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് ഇവിടുത്തെ ഒരു വിജയമായി നമ്മൾ കാണേണ്ടത്. ഇവിടെയൊക്കെ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായെങ്കിലും ഒന്നും മുഖവിലക്കെടുക്കാതെ അംഗങ്ങൾ കൃത്യമായി ആര് വിജയിക്കണമെന്ന് കൃത്യമായി അവരുടെ മനസ്സിൽ ഉള്ളിൽ പേരെഴുതി തന്നെയാണ് ഓരോ ആളുകളും വോട്ട് ചെയ്യാൻ എത്തിയതെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു പാനൽ ഒന്നാകെ വിജയിച്ചിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നിർമ്മാതാക്കളെ സംഘടന സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സ്വന്തമായ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആ കെട്ടിടവുമായി ബന്ധപ്പെട്ട് ഞാൻ വാർത്ത ചെയ്തു. ആ കെട്ടിടത്തിന് ലോൺ പോലും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ആ കെട്ടിടത്തിൻ്റെ സ്ഥലം വാങ്ങിയത്. അത് മുൻ ഭരണസമിതിയുടെ പണം ഉപയോഗിച്ചാണ് സ്ഥലം വാങ്ങിയെന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പിന്നീട് ലോൺ എടുക്കാൻ പറ്റാതെ സൂര്യ ടിവിയുമായി ഒരു പ്രോഗ്രാം ചെയ്യാൻ പോയപ്പോൾ അതിന് വിലങ്ങുതടിയായി എന്ന ഒരാളെ പുറത്താക്കുന്നു. പിന്നീട് സൂര്യ ടി വി പ്രോഗ്രാം ചെയ്യാതെ എല്ലാ കാര്യങ്ങളും നടത്തി പിന്നെ അമ്മയുമായി ചേർന്ന് ഒരു പ്രോഗ്രാം നടത്തി ആ കെട്ടിടത്തിൻ്റെ ബാധ്യത തീർക്കുന്നു. ഈ ഭരണസമിതി പെൻഷൻ എന്ന ഒരു പദ്ധതിയിലേക്ക് 1 ലക്ഷം രൂപ ആക്കാൻ ഈ ഭരണസമിതി ആലോചിച്ചു. അപ്പോൾ ഈ പുതിയ ഭരണസമിതിക്ക് അത് കഴിയുമെന്ന് തന്നെയാണ് പറയുന്നത്. അവർ പറഞ്ഞ പ്രഖ്യാപനത്തിൽ ഒരു കാര്യമാണ്, പെൻഷൻ 1 ലക്ഷം പെൻഷൻ കൂടുതൽ ആളുകൾക്ക് നൽകാനുള്ള ഒരു സമ്പ്രദായമായി മുന്നോട്ട് പോകും. 60 വയസ്സ് കഴിഞ്ഞവർ കൂടുതൽ ആളുകൾക്ക് പെൻഷൻ നൽകാൻ കഴിയണം. അങ്ങനെ എല്ലാം കൊണ്ട് ഈ ഭരണസമിതി ഈ അംഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാൻ കഴിയണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ള. കാരണം അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഭരണസമിതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പാനലിൽ നിന്നും ഒരാളെ പോലും മാറ്റി
ഇലക്ഷൻ വിജയിപ്പിക്കാൻ കഴിയാതെ വന്ന് എന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ മത്സരമായിരുന്നു. ഈ ലിസ്റ്റർ സ്റ്റീഫൻ ആണെങ്കിലും ലിസ്റ്റർ സ്റ്റീഫൻ്റെ ഒക്കെ മത്സരം വലിയൊരു ത്രികോണ മത്സരമായിരുന്നു. അവിടെയാണ് ലിസ്റ്റർ സ്റ്റീഫൻ ജയിച്ചത്. എന്തായാലും രാകേഷ് ജയിക്കുന്ന 2 പേര് മാത്രം അവിടെ രാകേഷ് ജയിക്കുന്നു. അതോടൊപ്പം തന്നെ മഹാസുബേറിന് എതിരാളികളില്ലാതെ സന്ദീപ് അദ്ദേഹത്തിനെതിരായി നിന്ന് ആള് മത്സരത്തിനില്ല എന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് വോട്ട് കിട്ടി എന്ന കാര്യത്തിൽ സംശയമാണ്. പക്ഷേ സുബൈർ ജയിക്കുന്നു. ഇവിടെയാണ് ഏറ്റവും ത്രികോണ മത്സരം നടന്ന 2 സ്ഥലത്തായിരുന്നു, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും സെക്രട്ടറി സ്ഥാനത്തേക്കും. അവിടെയെല്ലാം ഈ പാനലിനെ ഒന്നാകെ വിജയിപ്പിച്ച എല്ലാ അംഗങ്ങളും അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഈ ഭരണസമിതി കഴിയണം. PDC എന്നൊരു കണ്ടന്റുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായി. അതിന് കൃത്യമായ മറുപടിയാണ് ഇന്നത്തെ യോഗത്തിൽ നൽകിയത്. ആ മറുപടി എല്ലാം തൃപ്തിപ്പെട്ടുകൊണ്ട് PDC എന്ന കണ്ടന്റ്, ഇവരുടെ കണ്ടന്റ് ഇപ്പോൾ എത്രയോ തിയേറ്ററിൽ പോകുന്നത്, അത് ഓരോ നിർമ്മാതാക്കൾക്കും ഏറ്റവും ആശ്വാസകരമാവുന്നതാണ്. കാരണം 5000 രൂപ ഉണ്ടെങ്കിൽ ആയുഷ്കാലം മൊത്തം എത്ര നാൾ ഈ സിനിമ ഓടുന്നെങ്കിലും അത് ഓടിക്കാൻ കഴിയും. പക്ഷേ UFO ഉൾപ്പെടെ ഉള്ളതെങ്കിൽ എത്ര ലക്ഷം രൂപ ആവും എന്നാണ് അതിൻ്റെ കണക്ക് പറയുന്നത്. അതുകൊണ്ട് PDC എന്ന കണ്ടൻറ്റുമായുള്ളൊരു വിജയ യാത്രയാണ് ഈ സംഘടന മുന്നോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘടനയുള്ള വിശ്വാസമാണ് ഓരോ അംഗങ്ങളും നടത്തിയത്. 260 വോട്ടാണ് ഇന്നിവിടെ ഉണ്ടായി. 260 പേരാണ് വോട്ട് ചെയ്തത്. അത് ഡബിൾ വോട്ടും ട്രിപ്പിൾ വോട്ടും 4 പേർക്കുള്ള വോട്ടുമുണ്ട്. അത് ഓരോ ബാനറിന് ഓരോ വോട്ടുകളുണ്ടാകും. അങ്ങനെ ഒരു വിജയ പാതയിലാണ് ഈ സംഘടന എത്തിയിരിക്കുന്നത്. എന്തായാലും സംഘടനയ്ക്ക് വിജയിച്ച എല്ലാവർക്കും ആശംസകൾ നേരുന്നു. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസ് ഓണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.